സിജു വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഒന്നാം ടേം മൂല്യനിർണ്ണയത്തിനുള്ള പാഠഭാഗങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന ആദ്യത്തെ യൂണിറ്റും ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ്, ഈ രണ്ട് യൂണിറ്റുകളാണ് ഒന്നാം ടേം മൂല്യനിർണ്ണയത്തിന് വരുന്നത്. ആ രണ്ട് പാഠഭാഗങ്ങളും ഇവിടെ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയും പരീക്ഷയ്ക്ക് വരുന്ന ചില ചോദ്യങ്ങൾ, ചോദ്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പരീക്ഷയ്ക്ക് വരും എന്നല്ല, വരാൻ സാധ്യതയുള്ള, അതായത് ഓരോ പാഠത്തിനെ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണ്. ഇപ്പം ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്നുള്ള ആദ്യത്തെ യൂണിറ്റിൽ തന്നെ മഴക്കാഴ്ചകൾ, നിങ്ങൾക്കുണ്ടായ മഴക്കാഴ്ചകൾ, നിങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനുണ്ടാവും. അതുപോലെ പാഠഭാഗത്തെ മഴക്കാഴ്ചകൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ പാഠം വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ കവിതയിലേക്ക് വന്നാൽ മണ്ണിൻ്റെ കിനാവുകൾ, അത് ആസ്വാദനക്കുറിപ്പ് നമ്മൾ വീഡിയോയിൽ തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആസ്വാദനക്കുറിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മുൻ വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ അതായത് ആശയങ്ങൾ വരുന്ന വരികൾ, ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക, നക്ഷത്രങ്ങളെക്കുറിച്ച്, അതായത് നക്ഷത്രങ്ങളെപ്പോലെ വെയിലിൽ ഉണ്ടായി നിൽക്കുന്ന മഞ്ഞ പൂക്കളിൽ അവയുടെ ഒരു ആശയം തന്നതിന് ശേഷം ആ ആശയങ്ങൾ വരുന്ന വരികൾ ഏതൊക്കെയാണ് എന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനെല്ലാം ഉപരി ആദ്യമേ തന്നെ പി മധുസൂദൻ, അതായത് മനോപടം തയ്യാറാക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചില സൂചനകൾ തന്നിട്ട് അതിൽ നിന്ന് കവി പരിചയം എഴുതാനോ ചോദിക്കാറുണ്ട്. ഒന്നുകിൽ പിന്നെ കവി പരിചയം എന്ന് ഉദ്ദേശിക്കുമ്പോൾ പിന്നെ ജീവിതരേഖയാവാം. ജീവിതരേഖ തന്നിട്ട് അതിനെ ജീവചരിത്രമാക്കി എഴുതുക, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം തരികയും അതിനെ നമ്മളൊരു ജീവചരിത്ര കുറിപ്പായി തയ്യാറാക്കി, കവിപരിചയം എന്ന് നമ്മൾ പറയുന്നത് അത് ജീവചരിത്ര കുറിപ്പായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. മുൻ വർഷങ്ങളിലെ ഒരു പരീക്ഷാ രീതി അനുസരിച്ചാണ് ഈ പറയുന്നത്. ഇപ്പോൾ പുതിയ CRTയുടെ പുതിയ പുസ്തകം, പുതിയ പരീക്ഷാ രീതിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും പാഠത്തിൽ ഉള്ള വിവരങ്ങളായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ഈ രീതിയിലൊക്കെ വരാൻ സാധ്യത ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവയുടെ ഉത്തരങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കുക, നമുക്ക് എഴുതാൻ സാധിക്കും. അത് നമ്മൾ എത്രമാത്രം അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അപ്പോൾ വളരെ നിസ്സാരമായി തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. പിന്നെ ഈ കവിതയിലുടനീളം പൂക്കളെക്കുറിച്ച് പൊതുവായി പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ പഠന പ്രവർത്തനമാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് അത് നമ്മൾ ആശയം മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക്, കവിതയുടെ ആശയം, അതായത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണമെങ്കിൽ ഈ കവിതയുടെ ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ആശയം എഴുതാൻ അറിയാവുന്ന കുട്ടിക്ക് ഈ ചോദ്യത്തിന് ഉത്തരവ് ഈസിയായി തന്നെ തയ്യാറാക്കാം. അതായത് പൂക്കളെക്കുറിച്ച് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള ചോദ്യം. പിന്നെ സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിത, അത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന കവിതയാണ്. ഒരു പക്ഷേ സുഗതകുമാരിയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനും ചോദിക്കാം എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സുഗതകുമാരിയെക്കുറിച്ചുള്ള പിന്നെ കവി പരിചയം അതല്ലെങ്കിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അതും ചോദിക്കാൻ സാധ്യത, അതായത് നമുക്ക് എല്ലാ വിവരങ്ങളും നമുക്ക് ചോദ്യപേപ്പറിൽ ഉണ്ടാവും. അത് വച്ചിട്ട് നമ്മൾ അതിനെ വിശദീകരിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ പുസ്തകത്തിൽ ഇല്ലാത്ത വരിക എന്ന് പറഞ്ഞാൽ കവിത, 1-2 വരി കവിതയുടെ 1-2 വരി തന്നിട്ട്, എഴുത്തിലൊക്കെ നല്ല വാസനയുള്ള കുട്ടികൾക്കും വളരെ ആദ്യം തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിനെ ബാക്കി വരികൾ നമ്മൾ തയ്യാറാക്കുക, ബാക്കി വരികൾ കണ്ടെത്തുക എന്നുള്ളത്. അതായത് നമ്മുടെ സർഗാത്മകതയെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ കഥ പൂർത്തിയാക്കുക എന്നൊരു, ഇതെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഉത്തരങ്ങളായി ഉള്ള പ്രവർത്തനം ഒക്കെ ആണെന്നറിയാം. അപ്പോൾ അങ്ങനെയും ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു.
പദസമ്പത്ത് പദപരിചയത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ പറയുകയുണ്ടായി. ഇത് പകരം പദം അതല്ലെങ്കിൽ ഒറ്റപ്പദമാക്കുക എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അത് പാഠപുസ്തകത്തിൽ നിന്നുള്ളത് തന്നെയാവും. അപ്പോൾ പാഠപുസ്തകം ആ പാഠം നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക. 1-2 ആവർത്തി വായിക്കുമ്പോൾ തന്നെ ചില വാക്കുകൾ നമുക്ക് ഹൃദയസ്ഥമാകും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പകരം പദമെന്നോ അതല്ലെങ്കിൽ പിന്നെന്താ പറയുക, ഇതിന് സമാന പദങ്ങൾ കണ്ടെത്തുക. അങ്ങനെയൊക്കെ ചില 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ പാഠഭാഗത്ത് പ്രധാനമായും ആസ്വാദനക്കുറിപ്പിനാണ് നമ്മൾ അതായത് പരിഗണന കൊടുക്കുന്ന ആസ്വാദനക്കുറിപ്പ് ഇതിൽ പഠന പ്രവർത്തനത്തിൽ പെടുന്നതുമാണ്. അപ്പോൾ കവിതയുടെ ആശയം, മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുടെ ആശയം അത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന രീതിയൊക്കെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പി മധുസൂദനനെ കുറിച്ചുള്ള ജീവചരിത്രക്കുറിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതരേഖ തന്നിട്ട്, അതായത് പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നിട്ട് അതിന് ജീവചരിത്രക്കുറിപ്പാക്കി എഴുതാനും ചോദ്യങ്ങൾ വരാം. എല്ലാറ്റിലും ഉപരി പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നമ്മെ സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.